ഈ വീഡിയോയിലെ കണ്ടന്റ് വളരെ രസകരമാണ്. അതായത് ജാനുവരി 1, 2025 പുതുവർഷം സൗദി അറേബ്യൻ ഗവൺമെൻറ് 6ഓളം ഇറാനിയൻ സിറ്റിസനെ അവരെ കൊന്നുകളാൻ എക്സിക്യൂട്ട് ചെയ്ത് എന്താ കാര്യം? അപ്പം അത് കഴിഞ്ഞുള്ള സംഭവം കേരളത്തിലെ ഇറാനിയൻ ഫാൻസ് ഉണ്ടല്ലോ, അവരുടെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. താഴെ അഭിപ്രായം എഴുതണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ എന്നുള്ളത്. എന്താ കാരണം എന്ന് പറയാം, ഇവരെ പിടിച്ചിട്ട് വളരെ വർഷങ്ങളായി. ഒരു അറബ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഇറാനികൾ പലയാവർത്തി സൗദി അറേബ്യയുടെ ഹോളി സിറ്റിയിൽ, അതായത് ബാൻഡ് ഡ്രഗ്, ഏറ്റവും ക്രൂരമായ കെമിക്കൽ ഉൾപ്പെടെയുള്ള ഡ്രഗ് അവിടെ കച്ചവടം നടത്താനും ഈ പറയുന്ന ഹോളി സിറ്റിയിൽ കൊണ്ടുവന്ന് അത് ചെയ്യാനും അത് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ശ്രമിച്ചു. ഇതാണ് കേസ്. അപ്പോൾ വളരെ വർഷം കൊണ്ട് ഇവരിങ്ങനെ ട്രയലൊക്കെ കേസൊക്കെ നടത്തി അവിടുത്തെ സുപ്രീം കോർട്ട് ഇവരെങ്ങനെ വെച്ചിരുന്നു. പക്ഷേ ഇവർക്ക് ഭയമാണ് സൗദി അഡ്മിനിസ്ട്രേഷന്. എന്താണ് നിങ്ങൾക്കറിയാം 2016 എന്താണ് സംഭവിച്ചത്? അതായത് സൗദിയിലുള്ള ഒരു ഷിയ പുരോഹിതനെ, അവിടെയുള്ള ആൾക്കാരും ബഹളം ഉണ്ടായി, അയാൾ കൊല്ലപ്പെട്ടു. തുടർന്ന് ടെഹ്റാനിൽ സൗദി അറേബ്യ എംബസി ഉൾപ്പെടെ വലിയ പ്രശ്നമായി. പിന്നീട് 2016 17 ആണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്, ചൈനയുമായിട്ട് ഇടപെട്ട്. കാരണം ഒരു വലിയ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി. അപ്പോൾ ഇതേപോലെ ഈ നേരത്തെ, അതായത് ഞാൻ പറയുന്നത് നേരത്തെയുള്ള ഇറാൻ, അതായത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ഇറാൻ ആയിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഹൂത്തികളെ കൊണ്ട് ഇവരിവിടെ സൗദിയിൽ ബോംബ് ചെയ്തേനെ. കാരണം ഇന്ന് ഇറാൻ്റെ കയ്യിൽ ഒന്നുമില്ല, ബോംബ് ചെയ്യാനും ഒന്നുമില്ല, അറ്റാക്ക് ചെയ്യാനും ഒന്നുമില്ല. ഹൂത്തികളുടെ കാര്യവും കഷ്ടം, ഹിസ്ബുള്ളയുടെ കാര്യവും കഷ്ടം, ഹമാസിൻ്റെ കാര്യവും കഷ്ടം. അവിടെയാണ് സൗദി അറേബ്യൻ അഡ്മിനിസ്ട്രേഷൻ വളരെ സോളിഡായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ഇവരെ തട്ടിക്കളയാൻ. ഇപ്പം എനിക്കറിയാൻ താല്പര്യമുണ്ട് കേരളത്തിലെ ഇവരുടെ ഇറാനിയൻ സുഡാപ്പികൾ, ഇതെന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ സൗദി അറേബ്യൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ഇറാനിൽ പ്രശ്നമുണ്ടായതിനു ശേഷം ഇറാനിയൻ ഗവൺമെൻറ് സൗദി അറേബ്യൻ അംബാസഡറെ വിളിച്ചു വരുത്തി ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ടെൻഷനായി, മിഡിൽ ഈസ്റ്റിൽ ടെൻഷനായി സംഭവം. ഇപ്പം ഇറാന് പ്രതികരിക്കാനൊന്നുമില്ല. അതാണ് ഇറാനിയൻ ഫാൻസുകൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് സൗദി അറേബ്യ ആക്ട് ചെയ്തത്. കാരണം നേരത്തെ ഒരു സന്ദർഭത്തിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൂത്തികൾ സൗദിയുടെ ഓയിലിൽ അവിടെ ഇവിടെ കയറി ബോംബ് ചെയ്യും, അവർ റോക്കറ്റ് വിടും. പക്ഷെ ഇപ്പോഴവർക്കത് ഭയമില്ല. കാരണം ഈ ഇസ്രായേൽ ഇറാൻ്റെ വെടിനിർത്തത്തോടുകൂടി അവർക്ക് പിടികിട്ടി അവരെ ഇനി അത് അറ്റാക്ക് ചെയ്യത്തില്ല, അവർ സേഫ് സോണിലാണ്. ഈ പറയുന്ന പല ആൾക്കാരും ഇറാനിൽ ഇതേപോലെ ക്രൈം ചെയ്തിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. ഇപ്പം നേരത്തെയുള്ള ടോക്സിൽ, അത് ചൈനയായിരുന്നു ഇത് മീഡിയേഷൻ നടത്തിയ ഈ സൗദിയുമായിട്ടുള്ള ടോക്സിൽ. അപ്പം അതിനകത്ത് രണ്ട് രാജ്യത്തും കയറി കൂടിയിട്ടുള്ള പൗരന്മാരെ തിരിച്ചുവിടാൻ, അതായത് ഈ കുറ്റവാളികളെ പോലും ഇറാന് കൈമാറണം എന്ന് എഗ്രിമെൻ്റ് സൈൻ ചെയ്തതാണ്. അതാണ് ഇറാനിയൻ പത്രം പറയുന്നത്. കാരണം ഇതെല്ലാം സൈൻ ചെയ്തതാണ്. കാരണം ഇറാനിയൻ സിറ്റിസൺസ് സൗദിയിൽ ജയിലിൽ കിടക്കുന്നവരെ അവിടുത്തെ കോടതി അവരെ തൂക്കാനും അവരെ കൊല്ലാനും വിധിച്ചിട്ടുള്ളവർ ഉൾപ്പെടെ അവരെ കൈമാറാമെന്ന് സൗദി അറേബ്യ സമ്മതിച്ചതാണ്. ഇറാനിയൻ പത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ എന്ന് പറയുന്നത് ന്യൂസ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അത്രയും പോയ സ്ഥിതിക്ക് പിന്നെന്തിനാ സൗദി അറേബ്യ ഇത് ചെയ്തത്? ഇതാണ് അവരുടെ ചോദ്യം. ഇതാണ് ഇറാനിയെ സൗദി അംബാസഡർ, ടെഹ്റാനിലുള്ള സൗദി അംബാസഡറോട് ചോദിച്ചത്. ചോദ്യം കറക്റ്റാണ്, പക്ഷെ അപ്പോഴവർക്ക് ധൈര്യമില്ലായിരുന്നു. ഇപ്പോൾ സൗദി അറേബ്യക്ക് ധൈര്യമുള്ളത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം കൊടുത്ത ധൈര്യമാണ്. അതായത് ഇറാനെ അടിച്ചങ്ങ് തീർത്ത് നാശമാക്കി കൈ കൊടുത്തു, ഇറാൻ്റെ പ്രോക്സീസിനെ അടിച്ച് കൈ കൊടുത്തു. ഇനി സൗദിക്ക് വളരെ ഭയമില്ലാതെ പല തീരുമാനവും എടുക്കാം. ചിലപ്പോൾ നാളെ സൗദി തന്നെ ചിലപ്പം ഹൂത്തി കയറി അടിക്കാൻ, കാരണം ഹൂത്തികൾ ഏതാണ്ട് നാശക്കോടാലിയാക്കി വെച്ചേക്കാം. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒരു മിസൈൽ ഫയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പവർ ബേസ്ഡ്. ഒരു വീക്കാണെങ്കിൽ നിങ്ങൾക്ക് ഭയമാണ്. ആ ഭയത്തിൻ്റെ പേരിലാണ് ഈ സൗദി അറേബ്യ UAE
വളരെ ഭയന്നാ കഴിഞ്ഞത്. അപ്പം അതിൻ്റെ പേരിലാണ് നമുക്ക് അവർ ഈ അമേരിക്കൻ ബേസുകളൊക്കെ അവിടെ കൊണ്ടുവന്നത്. ഇതുകൊണ്ടൊന്നും അവരുടെ ഭയം മാറിയില്ല. അതുകൊണ്ടാണല്ലോ സൗദി അറേബ്യ, UAEയും ഇന്ത്യ എന്നുള്ള ബ്രഹ്മോസ് മിസൈലും മോദിയോട് പറഞ്ഞ് വാങ്ങിയിട്ട് അവർ കരുതി വെച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ സുഡാപ്പ് എത്ര പേർക്കറിയാം? നിങ്ങളൊക്കെ പറയുന്ന, നിങ്ങൾ അന്നം തരുന്ന രാജ്യം നല്ലത് തന്നെ, അവർ വാങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുമാണ് ഈ മിസൈല്, അതായത് ബ്രഹ്മോസ്. കാരണം ഇന്ത്യ വളരെ അതാണ് മോദിയുമായിട്ടുള്ള ഈ രാജ്യങ്ങളിലെ ബന്ധം. കാരണം അവരുടെ സെക്യൂരിറ്റി ഇന്ത്യയുടെ കൺസേൺ ആണ്, ട്രേഡ് ഇന്ത്യയുടെ കാരണം മീഡിയേറ്റർ, അതാണ് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് മോദിയോട് താല്പര്യം. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, എന്താണ് ഇസ്രായേലും മിഡിൽ ഈസ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതാണ് പോയിന്റ്. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതായത് ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ചു പറഞ്ഞത്, ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾ വാറിലാണ്. ഈ വാറ് കഴിയുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയുടെ ജിയോ പൊളിറ്റിക്സ് ഞങ്ങൾ മാറ്റും, ഡെമോഗ്രഫി ഞങ്ങൾ മാറ്റും. ഈ രാജ്യത്തിലെ ഈ രാജ്യങ്ങൾ അനുഭവിക്കുന്ന തീവ്രവാദം, ഈ രാജ്യങ്ങൾ ഭയക്കുന്ന തീവ്രവാദം, അതിനെ ഞങ്ങൾ ഇല്ലാതാക്കും. ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും, ഓരോ ആളുകൾക്കും, ഓരോ ഭരണകൂടങ്ങൾക്കും അവർക്ക് ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ഈ പറഞ്ഞ പല രാജ്യങ്ങൾക്കും ഇറാനെ പേടിയായിരുന്നു. എന്തുകൊണ്ടാണ് പേടി? കാരണം അവർ വെച്ചിരിക്കുന്ന വെപ്പൺസ് വെച്ച് ഇവരുടെ ഓയിൽ ബ്ലോക്സിനും ഇവരുടെ റിഫൈനറിക്കും, കാരണം ഇറാനാണെങ്കിൽ സൗദി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ എക്കോണമിയെ ബാധിക്കും. ഇപ്പോഴാ ഭയം ഈ സൗദിക്കും UAEക്കും ഇല്ല. അതിൻ്റെ കാരണം എന്തുവാ? ഉറപ്പായിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ അതിശക്തമായ രാജ്യം, ഇവനെ എടുത്തെടുത്ത് അലക്കി നാശമായി. കാരണം അവൻ്റെ സാധനമൊന്നും ഇല്ലാതായി. ഇപ്പോൾ പിടികിട്ടിയ കേരളത്തിൽ ഈ ഫാനുകൾക്ക്, ഹമാസ് ഫാനുകൾക്കും, സുഡു ഫാനുകൾക്കും, ഇറാൻ ഫാനുകൾക്കും എന്താണ് ജിയോ പൊളിറ്റിക്സിലുണ്ടായ മാറ്റം? അതായത് 2.5 മണിക്കൂർ കൊണ്ട് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ആട്ടപടലം തെറിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് മുസ്ലിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഹോളി സിറ്റിയുള്ള നഗരമായ സൗദി അറേബ്യയ്ക്കും ധൈര്യം കൊടുത്തത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമാണ്. ആ രാജ്യത്തോടാണ് നിങ്ങൾ താങ്ക്സ് പറയേണ്ടത്. കാരണം ഷിയ സുന്നി ഇഷ്യൂ പോലും ചിലപ്പോൾ ലോകത്തില്ലാതായിപ്പോയി. കാരണം ഇറാൻ തൊലഞ്ഞു കഴിഞ്ഞാൽ ആ ഇഷ്യൂ ഇല്ലാതായിപ്പോയി. പക്ഷെ ഇവിടെയുള്ള സുന്നികൾ മുഴുവൻ ഷിയ താല്പര്യം, കാരണം മതം. ഇതിൽ നിങ്ങൾ ഹൂത്തികളുടെ പ്രശ്നം ഉണ്ടായപ്പോഴും നിങ്ങളതല്ലേ ചെയ്തേ, ഹമാസിൻ്റെ പ്രശ്നം അതല്ലേ നിങ്ങൾ ചെയ്തേ. ഇതാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. പൊട്ടൻ ലോകത്തല്ല ജീവിക്കുക, കോമൺ സെൻസിൽ ജീവിക്കുക. അപ്പോഴേ മനസ്സിലാവത്തു ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പവർ, എന്തുകൊണ്ടാണ് അവൻ ഡോമിനേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഏഷ്യ അവൻ പവർഫുൾ ആയത്. അതിൻ്റെ കാരണം എന്തുവാ? അത്ര പവർഫുള്ളായ നേഷൻ. അവൻ ആരെയും വിടത്തില്ല. അവൻ ഹമാസിനെ ഒതുക്കും, അതിൻ്റെ ഓരോ അവസാന കണ്ണി വരെ തുലയ്ക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഹമാസിനെ പിന്തുണച്ച ഖത്തർ എവിടെ പോയി, അൽ ജസീറ എവിടെ പോയി? ഇതെല്ലാം ചരിത്രമായിട്ട് മാറും. അതെങ്കിലും മനസ്സിലാക്കുവാൻ ഈ കേരളത്തിൻ്റെ സാറ്റലൈറ്റ് ചാനൽ, അവരെ യൂട്യൂബ് ആരാധകരും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക്, കാരണം ഇനിയും വരാനുള്ള ദിവസം ഇതിൻ്റെ ഒരു കാലമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.